ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒരു തുള്ളി വെള്ളമെടുക്കാൻ വേണ്ടി യൂഫ്രട്ടീസ് നദിയിലേക്ക് ഇറങ്ങിയ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ വലതു ഭാഗത്തുള്ള ഈ കഴുത്തിലേക്ക് ശുംർ ബിൻ ദിൽജൗഷന്റെ അമ്പ് ചാടി വരികയാണ്. ആ പറന്നു വന്ന അമ്പ് മഹാനവറുകൾ സ്വന്തം കൈകൊണ്ടമർത്തി നടക്കാൻ കഴിയാതെ വെള്ളപ്പാത്രവുമായി നടന്നപ്പോൾ രണ്ടാമത്തെ അമ്പ് ഇടത് കൈകളിലേക്ക് വരികയാണ്. അമവി രാജവംശത്തിൻ്റെ അന്ത്യത്തിന് കാരണം കുറിച്ചത് ഈ കർബലയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏകനായ ഒരാളെ മാത്രമാണ് വധിച്ചത് എന്ന് നമുക്കറിയാം. ധീരനായ പ്രവാചകന്റെ വീരനായ പൗത്രൻ തന്നെയാണ് ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു. ഇസ്ലാമിക ചരിത്രത്തിലെ അതിക്രൂരവും പൈശാചികവുമായ ഒരു സംഭവമായിരുന്നു കർബല യുദ്ധം. പ്രവാചക പൗത്രനെ അതിനിഷ്ഠൂരമായി കൊന്നുകളഞ്ഞ ആ ഒരു യുദ്ധത്തിലേക്ക് നയിച്ച പശ്ചാത്തലം എന്തായിരുന്നു? കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോയിൽ ഉസ്താദ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ 5 ബിസിനസ് പ്രിൻസിപ്പിൾസ് പറയുന്നിടത്ത് പറഞ്ഞു, അവർ തുർക്കിയിലെ ഇസ്താംബുൾ, അതായത് അന്നത്തെ കോൺസ്റ്റന്റിനോപ്പിൾ കീഴടക്കാൻ വേണ്ടി പോകുമ്പോൾ ഒന്നിച്ചു പോയ സഹയാത്രികരായിരുന്നു അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മകനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവും മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ മകനായ യസീദും. പിന്നീട് ഈ സഹയാത്രികർ തമ്മിൽ എങ്ങനെയാണ് ഏറ്റുമുട്ടുന്നത്? ഹിജ്റ 61 ദുൽഹിജ്ജ മാസം 2-ാം തീയതി 1400 കിലോമീറ്റർ സഞ്ചരിച്ച് സയ്യിദുന ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു കർബല എന്ന സ്ഥലത്തെത്തുന്നു. ഇറാഖിൻ്റെ തലസ്ഥാന നഗരിയായ ബാഗ്ദാദിൽ നിന്നും 105 കിലോമീറ്റർ അകലെയുള്ള ഈ പ്രദേശത്തെത്തിയപ്പോൾ മഹാനവറുകൾ കൂടെയുള്ള സഹയാത്രികരോട് ചോദിക്കുകയാണ്, ഇതേതാണ് സ്ഥലം? അവർ പറഞ്ഞു, കർബല. ഉടൻ സ്ഥലനാമകഥകളെക്കുറിച്ചറിയുന്ന പോലെ സയ്യിദുന ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു ആവർത്തിക്കാൻ തുടങ്ങി, കർബുൻ വബല, കർബുൻ വബല. കർബ് എന്നാൽ അറബിയിൽ വേദന എന്നാണ് അർത്ഥം. ബല എന്നാൽ പരീക്ഷണമെന്നും, അഥവാ വേദനകളും പരീക്ഷണങ്ങളും അഭിമുഖീകരിക്കാനുള്ള സ്ഥലമെന്ന് ഉപ്പാപ്പ മുന്നറിയിപ്പ് നൽകിയ പോലെയാണ് സയ്യിദുന ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു സഹയാത്രികരോട് പങ്കുവെക്കുന്നത്. അഥവാ ഹിജ്റ 60 ദുൽഹിജ്ജ മാസം 8-ാം തീയതി രാവിലെ മഹാനായ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്നും തൻഈം സബാല വഴി പുറപ്പെടുകയാണ്. ഇങ്ങനെ 1470 കിലോമീറ്റർ താണ്ടിയത് ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ്. അഥവാ പരിശുദ്ധ ഇസ്ലാമിൻ്റെ തത്വസംഹിതകളിൽ നിന്നും ഭരണാധികാരികൾ അകന്നുകൊണ്ടിരിക്കുന്നു. ഇതിനെതിരെ മൗനം പാലിക്കുന്നതും മൗനം ദീക്ഷിക്കുന്നതും ഒരിക്കലും ശരിയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു ഈ ഒരു സമര പ്രഖ്യാപനത്തിൻ്റെ പുറപ്പാടെന്ന് നാം മനസ്സിലാക്കണം. അഥവാ പ്രവാചകർ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം 4 ഖുലഫാ ഉർ റാഷിദുകൾ വളരെ കൃത്യമായി ഭരണം നടത്തി. അങ്ങനെ അവരുടെ മരണശേഷം അവിടെ ചെറിയ ഒരു സംഘർഷങ്ങളിലൂടെ അവസാനം മുആവിയത്ത് ഇബ്നു അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു അധികാരത്തിൽ വരുന്നു. ആദ്യം കൂഫ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹസൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മൂത്ത പുത്രനായ പ്രവാചകരുടെ പൗത്രനായ സയ്യിദുന ഹസൻ റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്നു. ആ ഭരണത്തിൽ ചില പ്രയാസങ്ങൾ കണ്ടപ്പോൾ മുസ്ലിം ഉമ്മക്കിടയിൽ ഐക്യമാണ് എല്ലാത്തിലും പ്രധാനപ്പെട്ടത് എന്ന് മനസ്സിലാക്കി ഹസൻ റളിയല്ലാഹു അൻഹു സ്വയം അധികാരം ഒഴിയുകയാണ്. അങ്ങനെ ആമുൽ ജമാഅ എന്ന പേരിൽ അറിയപ്പെടുന്ന സന്ധിയുടെ വർഷം എന്ന പേരിൽ അറിയപ്പെട്ട ആ ഒരു സംഭവങ്ങളിലൂടെ മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു അധികാരത്തിൽ നിന്ന് പിന്മാറുമ്പോൾ ഒരു കണ്ടീഷൻ വെച്ചിരുന്നു. മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണശേഷം, മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലശേഷം ഈ അധികാരം കൈയാളേണ്ടത് ഷൂറയിലൂടെയാണ്. അതിൽ ഒന്നാം സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കേണ്ടത് സയ്യിദുന ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവാണ്. അഥവാ ആമുൽ ജമാഅയിലുള്ള കണ്ടീഷനാണ്. ഇപ്പോൾ തൽക്കാലം അധികാരത്തിൽ നിന്ന് ഹസൻ റളിയല്ലാഹു അൻഹു പിന്മാറുന്നു. അങ്ങനെ മുആവിയ റളിയല്ലാഹു അൻഹു ഭരിക്കട്ടെ. അദ്ദേഹം വഫാത്തായ ശേഷം ഈ ഭരണം നടത്തേണ്ടത് ഒരു രീതിയിൽ, അഥവാ നേരത്തെ സിദ്ദീഖുൽ അക്ബർ തങ്ങളും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹും ഖുലഫാ ഉർ റാഷിദുകളും കാണിച്ചു തന്ന അതേ മാതൃകയിൽ ഷൂറയിലൂടെയാണ് ഭരണം സ്ഥാപിക്കേണ്ടത്. അതായത് ഇലക്ഷൻ കമ്മീഷനിലൂടെ, ഒരു ജനാധിപത്യ രീതിയിൽ ഇലക്ഷനിലൂടെ അത് ഷൂറയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടണം. അതിൻ്റെ 1-ാം സ്ഥാനം
ഹസൻ റളിയല്ലാഹുവിനായിരിക്കണം, അതല്ല ജനങ്ങൾ ഇനി വേറെ ആരെങ്കിലും കാണുന്നതെങ്കിൽ ഹസൻ റളിയല്ലാഹുവിനേക്കാളും അഫ്ളലായ മറ്റാരെങ്കിലും കാണുകയാണെങ്കിൽ അങ്ങനെ കാണട്ടെ എന്നതായിരുന്നു അന്നത്തെ ആമുൽ ജമാഅയിലെ കണ്ടീഷൻ. എന്നാൽ ഈ കണ്ടീഷൻ പാലിക്കുന്നതിൻ്റെ ഭാഗമായി ഹസൻ റളിയല്ലാഹുവിന് നേരത്തെ വഫാത്താവാണ്. ജഅദ ബീവി റളിയല്ലാഹുവിന് അത് നമുക്ക് പറയാം, നമ്മൾ മുമ്പൊക്കെ പരാമർശിച്ചിട്ടുണ്ട് ഏതൊക്കെയോ ഇൻ്റർവ്യൂവിൽ. അഥവാ ജഅദയുടെ ആ വിഷത്തിലൂടെ മഹാനായ ഹസൻ റളിയല്ലാഹുവിന് വഫാത്താകുന്നു. അതോടുകൂടെ ഈ കണ്ടീഷനിൽ എഴുതിയ ഒന്നാമത്തെ മുറശ്ശിഹ് അഥവാ കാൻഡിഡേറ്റ് ഇല്ലാതെയായപ്പോൾ മഹാനായ മുആവിയ റളിയല്ലാഹുവിനു സ്വന്തം മകനായ യസീദിനെ, അഥവാ ഉമ്മത്തൊരിക്കലും നായകനില്ലാത്ത ഒരു ആട്ടിൻ പറ്റത്തെ പോലെ കഴിയരുത് എന്ന അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹത്തിലൂടെ യസീദിനെ ഭരണാധികാരിയായി നിശ്ചയിക്കാൻ തീരുമാനിക്കുകയും വഫാത്താകുന്നതിൻ്റെ മുമ്പ് തന്നെ ബൈഅത്ത് ആവശ്യപ്പെടുകയും ചെയ്യുന്നു മുആവിയ റളിയല്ലാഹു അൻഹു. പക്ഷേ ഈ ഒരു വിഷയത്തോട് അക്കാലഘട്ടത്തിൽ ജീവിച്ച പ്രമുഖ പണ്ഡിതനും കാരണവന്മാരുമായ സ്വഹാബാക്കൾക്ക് അഭിപ്രായ വ്യത്യാസം വന്നു. ഏതുപോലെ അബ്ദുല്ലാഹിബ്നു സുബൈർ, അബ്ദുല്ലാഹിബ്നു അബ്ബാസ്, അബ്ദുല്ലാഹിബ്നു ഉമർ, അതുപോലെ ഹുസൈൻ റളിയല്ലാഹു അൻഹു തുടങ്ങിയ മഹാരഥന്മാർക്ക് റളിയല്ലാഹു അൻഹു അവർക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ വിഷയത്തിൽ വരികയും അവർ ബൈഅത്ത് ചെയ്യാതിരിക്കുകയും ചെയ്തു. അങ്ങനെ തൻ്റെ 78ാമത്തെ വയസ്സിൽ രോഗശയ്യയിൽ കിടന്നുകൊണ്ട് സയ്യിദുനാ മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഇഹലോകവാസം വെടിഞ്ഞതോടുകൂടെ അധികാര സ്ഥാനത്തേക്ക് യസീദ് അവരോധിക്കപ്പെട്ടു. മദീനയിലും മക്കയിലുമൊക്കെ ഒറ്റപ്പെട്ട ശബ്ദങ്ങളുണ്ടായെങ്കിലും എല്ലാം അവഗണിച്ചു. അങ്ങനെ വളരെ നിർബന്ധപൂർവ്വം മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്തോടുകൂടെ മദീനയിലേക്ക് 2 കത്തുകൾ വരികയാണ്. ആ 2 കത്തുകളിൽ പ്രധാനമായും അറിയിച്ചത് ഒന്നാമത്തെ കത്തിൽ മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ വിയോഗത്തെക്കുറിച്ചായിരുന്നു. രണ്ടാമത്തെ കത്തിൽ പ്രത്യേകമായി അബ്ദുല്ലാഹിബിൻ, ഞാൻ നേരത്തെ പറഞ്ഞ 4 മഹാരഥന്മാരായ സഹാബികൾ അവരോട് യസീദിനെ ബൈഅത്ത് ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിർബന്ധവുമായിരുന്നു. ഇതോടെ പ്രശ്നമുണ്ടാകണ്ട എന്ന് കരുതിക്കൊണ്ട് സയ്യിദുന ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു മക്കയിലേക്ക് പോകുന്നു. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് തങ്ങൾ മദീന വിട്ടുകൊണ്ട് മക്കയിലേക്ക് യാത്ര ചെയ്യുന്നു. അതുപോലെ അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹു മദീന വിട്ട് യാത്ര ചെയ്യുന്നു. കാരണം മദീനയിൽ ചില നീക്കുപോക്കുകൾ നിർബന്ധിത ബൈഅത്തിന് വേണ്ടി നടക്കുന്നു എന്ന് കേൾക്കുന്നു. മദീനയെ വിട്ട് മക്കയിലേക്ക് പ്രശ്നമുണ്ടാവരുത്, എന്തായാലും ഇതിൽ പ്രതിസന്ധികൾ വരരുത് എന്ന് കരുതിക്കൊണ്ട് മക്കയിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ വേറെ ഒരു കാര്യവും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ മക്കയിലേക്ക് യാത്ര ചെയ്യുക എന്നല്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, അല്ലെങ്കിൽ യസീദിനെതിരെ പുറപ്പെടണമെന്ന് ഒരിക്കൽ പോലും സ്വപ്നേവി ആരും വിചാരിച്ചിരുന്നില്ല. പിന്നീട് അതുകൊണ്ട് തന്നെയാണല്ലോ സ്വമേധയായിട്ട് ആഭ്യന്തര പ്രശ്നം ഒഴിവാക്കാൻ ഇവർ തന്നെ സ്വയം മാറി. പലരും പിന്നീട് ബൈഅത്ത് കൊടുക്കുന്നു. അങ്ങനെയൊക്കെ ആയി ഖലീഫയെ അംഗീകരിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നു. ആ സമയത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് തുരുതുര കത്തുകൾ വരികയാണ് കൂഫയിൽ നിന്ന്. കത്തുകൾ ഏകദേശം ഇബ്നു കസീർ റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായത്തിൽ 1500 കത്ത് എന്ന് പറയുമ്പോൾ ഇന്നത്തെ വാട്സപ്പ് മെസ്സേജ് പോലെ ഫോർവേഡിംഗ് അല്ല, മറിച്ച് 1500 ആളുകൾ വരണം. 1500 പ്രതിനിധികൾ വന്ന് കത്ത് കൊണ്ടുപോയി കൊടുക്കണമല്ലോ. നമ്മളെപ്പോലെ ഇന്നത്തെ ആധുനിക സൗകര്യങ്ങളെപ്പോലെ ഫോർവേഡിങ്ങും മെയിലിങ്ങും ഒന്നുമല്ല നടക്കുന്നത്, മറിച്ച് ഓരോരുത്തരെ അയച്ച് ഏകദേശം ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിച്ചുകൊണ്ട് കത്തുകൾ വരുന്നു. ആ കത്തുകളിൽ മുഴുവനും കൂഫക്കാർ ആവശ്യപ്പെടുന്നത് ഹുസൈൻ, അങ്ങയുടെ ഉപ്പ ഞങ്ങൾക്ക് നല്ല അധികാരം കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നീട് മുആവിയെ ഞങ്ങൾ അംഗീകരിക്കേണ്ടി വന്നു. ഞങ്ങൾ ഇഷ്ടമില്ലാത്ത രീതിയിൽ നിങ്ങളൊക്കെ ബൈഅത്ത് ചെയ്തു എന്നതിൻ്റെ കാരണത്താൽ ഞങ്ങൾ അംഗീകരിച്ചു. പക്ഷേ യസീദ് അവൻ തമ്മാടിയാണ്, അവൻ മൈസൂൻ്റെ മകനാണ്. മൈസൂൻ എന്നത് യസീദിൻ്റെ മാതാവിൻ്റെ പേരാണ്. അവൻ മൈസൂൻ്റെ മകനാണ്. മാത്രമല്ല മുആവിയ എന്ന പിതാവുമായി കൂടുതൽ സഹവസിക്കുക പോലും ചെയ്യാതെ, ആ തർബിയത്ത് പോലും ലഭിക്കാതെ വളരെ ഒരു വേട്ടക്കാരനായി വളർന്ന അവൻ കള്ളുകുടിയനാണ്, അവൻ പെണ്ണുപിടിയനാണ് തുടങ്ങിയ ഒരുപാട് അധിക്ഷേപങ്ങളും ആക്ഷേപങ്ങളും കേൾക്കേണ്ടി വന്നു. നമുക്കറിയാം യസീദ് വളർന്ന കൊട്ടാരത്തിൽ വളർന്ന രീതികൾ നമുക്കറിയാം. യസീദ് പലപ്പോഴും മൈസൂൻ എന്ന മാതാവ് മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യമാരിൽപ്പെട്ട ഒരു ഭാര്യയായിരുന്നു മൈസൂൻ. ഈ മൈസൂൻ യഥാർത്ഥത്തിൽ ബദവി പെണ്ണായിരുന്നു. ഈ ബദവി പെണ്ണ് വകസുറു കസീറത്തിൻ മിൻ അഖിലി ബൈതി അഹബ്ബു ഇലയ്യ മിൻ അഖിലി സരീദി വലബ്സു അബാഅത്തിൻ വതഖറ ഐനി അഹബ്ബു ഇലയ്യ മിൻ ലബ്സിൽ ഹരീരി.
മുആവിയ, നിങ്ങൾ ഇത് എനിക്ക് നൽകുന്ന പട്ടുകൾ ധരിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം എൻ്റെ നാട്ടിലെ കമ്പിളി പുതപ്പുകളാണ്. നിങ്ങൾ ഈ നൽകുന്ന പത്തിരിയും ഇറച്ചിയും എന്നെ തീറ്റിപ്പിക്കുന്നതിലേറെ എനിക്കിഷ്ടം എൻ്റെ വീട്ടിലെ ഉണക്ക റൊട്ടി കഷ്ണങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ കൂടെ നിൽക്കാൻ പ്രയാസമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ത്വലാഖ് ചോദിച്ചു വാങ്ങി. അഥവാ ഒരു ബദവി പശ്ചാത്തലത്തിൽ ഇന്നത്തെ ഒരു കാട്ടറബി. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നത്തെ ജാസാനിനടുത്തൊരു ദ്വീപുണ്ട്, ഫുർസാൻ ദ്വീപ്. ഫുർസാൻ ദ്വീപ് എന്ന് പറയുന്നത് യമന്റെ ബോർഡറിന്റെ അടുത്ത് ഫുർസാൻ ദ്വീപ് എന്നൊരു ദ്വീപുണ്ട്. അവിടേക്ക് ഫ്രീ കപ്പൽ സർവീസൊക്കെ ജിസാനിൽ നിന്ന് പോകുന്നുണ്ട്. രാവിലെ ഒരു 7 മണിക്ക് അവിടെ എത്തിയാൽ നമുക്ക് ഫ്രീ ആയിട്ട് കടലിലൂടെ ധാരാളം യാത്ര ചെയ്ത് ഈ ഫുർസാനിലെത്താം. ഈ ഫുർസാൻ ദ്വീപ് ആയിരുന്നു മൈസൂൻ ബീവിയുടെ ജന്മദേശം എന്ന് നമുക്ക് കാണാം. ഇങ്ങനെ തീർത്തും ഒറ്റപ്പെട്ട ഒരു ബദവി പശ്ചാത്തലത്തിൽ, ഒരു ബിഡോയിൻസിന്റെ പശ്ചാത്തലത്തിൽ വളർന്ന ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ നാഗരിക സംസ്കാരങ്ങളോട് യോജിക്കാൻ സാധിക്കാതെ എല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് കുഞ്ഞ് പ്രസവിച്ച ശേഷം ആ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് മൈസൂന് യാത്രയായി. അവസാനം മുത്തല്ലഖത്തായ വിധവയായ ഈ സഹോദരി വലിയ ശ്രദ്ധയൊന്നും കൊടുക്കാതെയാണ് യസീദിനെ വളർത്തുന്നത്. അങ്ങനെ ഈ യസീദിനെയും കൂട്ടിക്കൊണ്ട്, ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ട് മൈസൂന് പോവുകയാണ്. ഇടയ്ക്കൊക്കെ ഉപ്പയെ കാണാൻ വരുമെന്നല്ലാതെ മുആവിയ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയുടെ പരിചരണം ആർക്ക് ലഭിച്ചില്ല? യസീദിന് ലഭിച്ചില്ല. അങ്ങനെ മുആവിയ റളിയല്ലാഹു അൻഹുവിന് ഒരുപാട് പെൺമക്കൾ എന്നല്ലാതെ ആൺകുട്ടിയായി വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഏതായാലും യസീദ് ഉപ്പയുടെ മുമ്പിൽ നല്ല പിള്ള ചമഞ്ഞുകൊണ്ടാണ് എപ്പോഴും ജീവിച്ചിരുന്നത്. ഉപ്പയുടെ മുമ്പിൽ പലരും പല ആരോപണങ്ങളും പറയും. മകൻ വേട്ടയ്ക്ക് പോകുമ്പോൾ അത് ചെയ്തു, ഈ ക്രൂരകൃത്യം ചെയ്തു എന്നൊക്കെ പറയുമ്പോഴും മുആവിയ റളിയല്ലാഹു അൻഹു പലപ്പോഴും വിളിച്ചുകൊണ്ട് ഉപദേശിക്കും, പലപ്പോഴും സദസ്സിലേക്ക് വിളിച്ചു വരുത്തും. ആ സമയത്തൊക്കെ ഉപ്പയുടെ മുമ്പിൽ നല്ല പിള്ള ചമഞ്ഞുകൊണ്ട് ജീവിച്ച യസീദ് വളർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ മുആവിയ റളിയല്ലാഹു അൻഹു രോഗബാധിതനായപ്പോൾ തൻ്റെ ഭാര്യ കൂടെ ഇല്ലെങ്കിലും ത്വലാഖായി പോയിട്ടുണ്ടെങ്കിലും മകന് കൂടെ ഉണ്ടായിരുന്നു. മകൻ ഇടക്കിടക്ക് വരും. മകൻ ഉമ്മയുടെ അടുക്ക് നിൽക്കും. അങ്ങനെയാണല്ലോ ഡൈവേഴ്സ് ചെയ്യുമ്പോൾ മക്കളുണ്ടെങ്കിൽ സാധാരണ ഒരു രീതിയുണ്ട്. ഉമ്മയുടെ അടുത്തേക്കായിരിക്കും കുട്ടി വളരുക. കുട്ടി വളരുന്നതോടൊപ്പം ഇടയ്ക്കിടയ്ക്ക് പിതാവിനെ സന്ദർശിക്കാൻ വേണ്ടി പോവുകയും 2-3 ദിവസം അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് കൂടുതൽ തർബിയത്ത് കിട്ടുന്നില്ല. 2-3 ദിവസം മാത്രം പിതാവിൻ്റെ കൂടെ കഴിയുകയും ചെയ്യും. അങ്ങനെ ജീവിച്ച ഒരവസ്ഥയാണ് യസീദിനുണ്ടായത്. അങ്ങനെ ഈ കുട്ടി ബാപ്പയുടെ തർബിയത്ത് വല്ലാതെ ലഭിക്കാതെ വളർന്നു വന്നു. അങ്ങനെ അവസാനം നേരത്തെ കഴിഞ്ഞ സാബി ചോദിച്ച പോലെ തന്നെ കോൺസ്റ്റന്റിനോപ്പിൾ കീഴടക്കാൻ വേണ്ടി ഒരു യുദ്ധം നടന്നു. നമുക്കറിയാം, ഒരു ഹദീസ് ഉണ്ട്, അവ്വലു ജയ്ഷിൻ യഗ്സുൽ ഖുസ്തന്തീനിയ മഗ്ഫൂറുൻ ലഹ്. ഇതൊരു ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കോൺസ്റ്റന്റിനോപ്പിളിനെതിരെ ആദ്യം മാർച്ച് നടത്തുന്ന സൈന്യം അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന ഒരു ഹദീസ് ഉണ്ട്. അപ്പോൾ ഇത് നേരത്തെ നമ്മൾ ഉസ്മാൻ റളിയല്ലാഹുവിന് പ്ലാൻ ചെയ്തെങ്കിലും പിന്നീട് ഈ ഒരു പ്ലാനിങ്ങിൻ്റെ എക്സിക്യൂഷൻ നടത്തുന്നത് ആരാണ്? മഹാനായ മുആവിയ റളിയല്ലാഹുവിനാണ്. അപ്പോൾ ഈ ഒരു സൈന്യത്തിൽ മഹാനായ ഹുസൈൻ റളിയല്ലാഹുവിന് പങ്കുചേർന്നിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ നായകനായ യസീദ് മുൻനിരയിൽ നിന്നിട്ടുണ്ട്. അവരൊരുമിച്ച് യാത്ര ചെയ്യുന്നു. ഈ സമയത്ത് ഹുസൈൻ റളിയല്ലാഹുവിനും യസീദും തമ്മിലുള്ളൊരു താരതമ്യം അന്ന് കൂടെ നടന്ന ആളുകൾ പറയുന്നുണ്ട്. ഹുസൈൻ റളിയല്ലാഹുവിനു രാത്രികളിൽ നമസ്കാരം നിർവഹിക്കുകയും രാത്രിയുടെ യാമങ്ങളിൽ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് കൈകളുയർത്തുന്ന ഭക്തനും തഖ്വയും, അതോടൊപ്പം മണൽക്കാടുകൾ വിരിപ്പാക്കിക്കൊണ്ട് വിനയാന്വിതനായി നാടോടികളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് ജീവിച്ച വിനയത്തിൻ്റെ പ്രതീകമായിരുന്നു സയ്യിദുനാ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു. അതേ സ്ഥാനത്ത് യസീദോ പരുക്കനും സുഖലോലുപനും എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഉപയോഗിക്കുവാൻ ഏറെ അത്യാർത്ഥിയുള്ള വ്യക്തിയായിരുന്നു. ഏതായാലും അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കട്ടെ. കാര്യങ്ങൾ അങ്ങനെയാണ് ആ യാത്ര നടക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ ഹുസൈൻ റളിയല്ലാഹുവിനു ആരാണെന്നും യസീദിൻ്റെ സ്വഭാവം എന്താണെന്നും മഹാനായ ഹുസൈൻ റളിയല്ലാഹുവിനു മനസ്സിലാക്കുകയാണ്. അതുകൊണ്ടാണ് മുആവിയ റളിയല്ലാഹുവിനു ബൈഅത്ത് ആവശ്യപ്പെട്ടപ്പോൾ യസീദ് എന്ന ഈ വളരെ മോശപ്പെട്ട അധാർമികതയുടെ ഉപാസകനായി ജീവിക്കുന്ന ഒരാൾക്ക് യാതൊരു നിലക്കും ബൈഅത്ത് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യുദ്ധമോ പുറപ്പാടോ ഇല്ലാതെ അദ്ദേഹം മക്കയിലേക്ക് ഒരു ഒളിച്ചോട്ടം പോലെ പോകുന്നത്. അങ്ങനെ മക്കയിൽ വന്നു. ഈ കത്തുകൾ അദ്ദേഹത്തിന് അവഗണിക്കാൻ സാധിക്കുന്നില്ല. കത്തുകൾ അയക്കുന്നത് തന്നെ അത്രയും അവസാനമായി അദ്ദേഹത്തിന് ലഭിച്ചൊരു കത്ത് തൻ്റെ കുടുംബക്കാരായ കൂഫയിൽ നിന്നുള്ള ആളുകളുടെ, തൻ്റെ കുടുംബക്കാരല്ല, തൻ്റെ ഉപ്പയുടെ പരിചയക്കാരാണ് അവർ. അലി റളിയല്ലാഹു അൻഹു ആണല്ലോ ഇസ്ലാമിക തലസ്ഥാനം മദീനയിൽ നിന്ന് കൂഫയിലേക്ക് മാറ്റുന്നത്. അങ്ങനെ കൂഫ
കേന്ദ്രീകരിച്ച് കൂഫയിൽ വെച്ചാണ് ആര് വഫാത്താകുന്നത്? അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ഖബറിൻ്റെ പ്രബലമായ അഭിപ്രായം നജ്ഫിലാണെന്നാണല്ലോ. കൂഫയിൽ നിന്നും 8 കിലോമീറ്റർ മാത്രം അകലെയുള്ള നജ്ഫ് നഗരത്തിലാണ്. അലി റളിയല്ലാഹു അൻഹു ഈ ജമൽ യുദ്ധശേഷം പിന്നീട് മദീനയിലേക്ക് വന്നിട്ടില്ല എന്ന് നമുക്ക് കൂഫയിലാണ്. അപ്പൊ കൂഫ കേന്ദ്രീകരിച്ചുകൊണ്ട് ജീവിച്ച് ഉപ്പ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ധാരാളം കൊല്ലം ഹുസൈൻ റളിയല്ലാഹു ഹസൻ റളിയല്ലാഹു ഒക്കെ കൂഫയുടെ മണ്ണിലും അതുപോലെ ബഗ്ദാദിന്റെ തെരുവോരങ്ങളിലും ഒക്കെ അവർ ജീവിക്കുകയും അവർ നേരിട്ട് കാണുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അവരെ പരിചയമുണ്ട്. അവരുടെ തഖ്വ, അവരുടെ ജീവിത രീതി, പ്രവാചകരുമായുള്ള ഹുസൈൻ റളിയല്ലാഹുവിന്റെ സാദൃശ്യം അത് വളരെ വലുതാണ്. കാരണം കാന മിഷിയത്തുഹു കമിഷിയത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വതബസ്സുമുഹു തബസ്സുമു റസൂലില്ലാഹ്. തൻ്റെ ചിരി റസൂലുള്ളാഹിന്റെ പുഞ്ചിരി പോലെയാണ്, നടത്തം ഹബീബിന്റെ നടത്തം പോലെയാണ്, അവിടുത്തെ ശരീരവും മുഖവുമൊക്കെ റസൂലുള്ള തന്നെയാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു അവിടുത്തെ പെരുമാറ്റം. അതുകൊണ്ട് തന്നെ കൂഫക്കാരും ഹുസൈൻ റളിയല്ലാഹുവിനെ അടുത്തറിഞ്ഞ ആളുകളുമൊക്കെ സ്വാഭാവികമായും ഹുസൈൻ റളിയല്ലാഹുവിനെ മാടി വിളിച്ചുകൊണ്ടുള്ള ഒരു കത്താണ്. അവസാനം വന്ന എഴുത്തിൽ, ഓ ഹുസൈൻ, ഞങ്ങൾ വളരെ ആഗ്രഹത്തോടെയാണ് ഞങ്ങൾ നിങ്ങളെ വിളിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വരണം. കാരണം നിങ്ങളുടെ ഉപ്പാപ്പയും പിതാവുമൊക്കെ സ്ഥാപിച്ച ഈ പരിശുദ്ധമായ മതം അത് വളരെ മോശമായ രീതിയിൽ വ്രണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങൾ ഞങ്ങളെ യതീമാക്കിയാണോ മുന്നോട്ട് പോകുന്നത് എന്നർത്ഥം വരുന്ന രീതിയിൽ ഒരു കത്ത് കിട്ടുകയാണ്. ഇത് വായിച്ചപ്പോൾ പരിശുദ്ധ ഇസ്ലാം എല്ലാ നിലക്കും ഉൾക്കൊള്ളുന്ന ഭക്തനും മുത്തഖിയുമായ അദ്ദേഹത്തിന് അടങ്ങി നിൽക്കാൻ സാധിച്ചില്ല. അദ്ദേഹം കൂടെയുള്ള ആളുകളോട് മുഷാവറ ചെയ്യുകയാണ്. ഞാൻ പോവട്ടെ. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് തങ്ങളോട് ചോദിക്കുന്നുണ്ട്, അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്. അവർ പറയുന്നു കൂഫക്കാർ വഞ്ചകരാണ്, നിങ്ങൾ അങ്ങോട്ട് പോകണ്ട. അപ്പോൾ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് തങ്ങളോട് പറയുന്നുണ്ട്, എന്നാലും പരിശുദ്ധ ദീന് വ്രണപ്പെടുത്തുവാനും അത് മലീമസമാക്കുവാനും ശ്രമിക്കുന്ന ഈ സാഹചര്യത്തിൽ ഞാൻ മൗനം ദീക്ഷിക്കുന്നത് അള്ളാഹുവിൻ്റെ മുമ്പിൽ മറുപടി പറയാൻ ബാധ്യസ്ഥനല്ലേ, എന്നോടാണല്ലോ പ്രത്യേകമായി അവർ അഭിസംബോധനം ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ മഹാനായ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യണം. എന്നാലും ഹുസൈൻ റളിയല്ലാഹു അൻഹു നേരിട്ട് യാത്ര ചെയ്യുകയല്ലേ ചെയ്തത്, മറിച്ച് പിതൃ സഹോദരന്റെ പുത്രനായ മുസ്ലിം ഇബ്നു ഉഖൈൽ ഇബ്നു അബീ താലിബ് അഥവാ അലി റളിയല്ലാഹുവിന്റെ സഹോദരനായ ഉഖൈൽ റളിയല്ലാഹുവിന്റെ മകനായ മുസ്ലിം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വിളിച്ചു. എന്നിട്ട് കൂഫയിൽ പോയി അവിടുത്തെ വിഷയങ്ങൾ അന്വേഷിക്കാൻ പറഞ്ഞു. അങ്ങനെ മഹാനായ മുസ്ലിം ഇബ്നു ഉഖൈൽ റളിയല്ലാഹു അൻഹു ഈ പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി ഷഹീദായ വളരെ പ്രമുഖ വ്യക്തിത്വമാണ്. അദ്ദേഹം നേരെ കൂഫയിലേക്ക് യാത്ര ചെയ്തു. അവിടുത്തെ സ്ഥിതിഗതികൾ പഠിച്ചു. നുഅ്മാൻ ഇബ്നു ബഷീർ ആയിരുന്നു അക്കാലഘട്ടത്തിൽ അവിടുത്തെ ഭരണാധികാരി. നുഅ്മാൻ ഇബ്നു ബഷീർ ആണെങ്കിലോ പ്രവാചക കുടുംബത്തോട് അടുപ്പവും സ്നേഹവും പ്രകടിപ്പിക്കുന്ന ഒരു ഭരണാധികാരിയായിരുന്നു. നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പഠിക്കുകയും അതുപോലെ തന്നെ ഹാനി ഇബ്നു ഉർവ എന്ന ആ നാട്ടിലെ അഹ്ലുൽ ഹല്ല് വൽ അഖദ് അഥവാ കൂഫയിലെ ഏറ്റവും പൗരപ്രമുഖനായ ഒരു വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടു. ഹാനി ഇബ്നു ഉർവ എല്ലാ നിലക്കും അവരെ സ്വീകരിച്ചിരുത്തുകയാണ്. അങ്ങനെ വിഷയങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഹാനി ഇബ്നു ഉർവയുടെ നിർദ്ദേശപ്രകാരം മഹാനായ മുസ്ലിം ഇബ്നു ഉഖൈൽ റളിയല്ലാഹു അൻഹു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് കത്തെഴുതുകയാണ്. ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിന് കത്തെഴുതുകയാണ്. ഇത് കത്തെഴുതുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ 12,000 ആളുകൾ കൂഫയിൽ മാത്രം മഹാനായ മുസ്ലിം ഇബ്നു ഉഖൈൽ റളിയല്ലാഹു അൻഹുവിനെ വന്ന് ബൈഅത്ത് ചെയ്തു. ഞങ്ങൾ നിങ്ങൾക്ക് ബൈഅത്ത് ചെയ്യുന്നു. എന്തിനു വേണ്ടി? ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇവിടെ വന്നാൽ എല്ലാവിധ പിന്തുണയും ഞങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നു, അവർ തന്നെയാണ് അധികാരി എന്ന് പറഞ്ഞുകൊണ്ട് മദീനക്കാർ പറഞ്ഞ പോലെ അതേ വാഗ്ദത്തം ചെയ്തപ്പോൾ ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് മുസ്ലിം ഇബ്നു ഉഖൈൽ റളിയല്ലാഹു അൻഹു മഹാനായ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിന് കത്തെഴുതുകയാണ്. ഈ കത്ത് കണ്ടതോടെ മഹാനവറുകൾ വളരെ സന്തോഷത്തോടുകൂടെ കൂടെയുള്ളവരോടൊക്കെ യാത്ര പറഞ്ഞുകൊണ്ട് പുറപ്പെടുകയാണ്. പുറപ്പെടുന്നത് തൻഈം വഴിയാണെന്ന് പറഞ്ഞല്ലോ. അവിടെ വെച്ചുകൊണ്ട് ഫറസ്ദഖിനെ കണ്ടുമുട്ടി. കവിയായ ഫറസ്ദഖ് അദ്ദേഹത്തെ കണ്ടുമുട്ടിയപ്പോൾ ആ ഫറസ്ദഖ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, ഹുസൈൻ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഖുലൂബുഹും മഅക വസുയൂഫുഹും മഅ ബനി ഉമയ്യ. അവരുടെ ഹൃദയം നിങ്ങളുടെ കൂടെയാണുള്ളത്, യാതൊരു സംശയവുമില്ല. പക്ഷേ അവരുടെ വാളുകളോ അത് ബനു ഉമയ്യക്കാർക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചു
കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഫറസ്ദഖ് പറയുകയും പിന്തിരിയാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ സത്യത്തിൻ്റെ മുന്നിൽ ഒരിക്കലും പിന്മാറാൻ സാധിക്കില്ല എന്ന ഉറച്ച വിശ്വാസത്തോടെ മഹാനായ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹുനു മുസ്ലിം ഇബ്നു ഉഖൈൽ റളിയല്ലാഹുവിൻ്റെ കത്തും വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഈ സന്ദർഭങ്ങളിലൊക്കെ കൂഫയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചലനങ്ങളെക്കുറിച്ച് ശരിക്ക് ബോധവാനാണ് ആര്? ഭരണാധികാരിയായ യസീദ് അവിടെ ഡമസ്കസിൽ. കൂഫയിൽ നടക്കുന്ന ഈ ചലനങ്ങളൊക്കെ കൃത്യമായി CIDകളിലൂടെയും രഹസ്യാന്വേഷണ വിഭാഗങ്ങളിലൂടെയും വിവരം ലഭിച്ചുകൊണ്ടിരിക്കുന്ന യസീദ് അദ്ദേഹം എന്ത് ചെയ്യുന്നു? നുഅ്മാൻ ഇബ്നു ബഷീർ എന്ന കൂഫയിലെ നല്ല പ്രമുഖനും ഇസ്ലാം അഹ്ലുബൈത്തിനോട് കൂടുതൽ അനുഭാവം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഭരണാധികാരിയെ വളരെ തന്ത്രപൂർവ്വം മാറ്റുകയാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് വരണം, ഡമസ്കസിലേക്ക് വരണം, ഷൂറയിൽ നിങ്ങളെ എനിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അങ്ങോട്ട് വിളിച്ചു വരുത്തുന്നു. എന്നിട്ടോ ഇവിടെ പകരം ഉബൈദില്ലാഹ് ഇബ്നു സിയാദ് എന്ന ക്രൂരനും അതിക്രൂരനായ ബസറയിലെ ഗവർണറെ കൂഫയിലെ ഗവർണറാക്കി അവരോധിക്കുന്നു. ബസറയിൽ നിന്ന് ഉബൈദ് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരനായ അബ്ദുല്ലാഹ് ഇബ്നു സിയാദിനെ ബസറയിലെ ഭരണാധികാരിയാക്കുന്നു, ഗവർണറാക്കി മാറ്റുന്നു. എന്നിട്ട് ഈ അതിക്രൂരനും ഇസ്ലാമിക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ക്രൂരതയുടെയും പൈശാചികതയുടെയും ഉടമയായ ഇദ്ദേഹം വളരെ ക്രൂരമായ മനസ്സോടുകൂടെ കൂഫയിലേക്ക് യാത്ര ചെയ്യുകയാണ്. അവിടെ ചെന്ന ഉടനെ ആദ്യം അദ്ദേഹം ചെയ്തത് കൂഫയിലെ പൗരപ്രമുഖനായ ഹാനി ഇബ്നു ഉർവയെ വിളിച്ചു വരുത്തുകയാണ്. എന്നിട്ട് ഹാനി ഇബ്നു ഉർവയെ ചോദ്യം ചെയ്തു. അദ്ദേഹത്തോട് എവിടെയാണ് മുസ്ലിം ഇബ്നു ഉഖൈൽ എന്ന കാര്യം പറഞ്ഞു തരണമെന്ന് ഷടിച്ചു. അങ്ങനെ അദ്ദേഹത്തോട് എല്ലാ നിലക്കും ചോദിച്ചപ്പോൾ അദ്ദേഹം വിട്ടുകൊടുക്കാൻ, എൻ്റെ അതിഥിയെക്കുറിച്ച് ഞാൻ പറയില്ല, കാരണം അദ്ദേഹത്തെ ബഹുമാനിക്കൽ എൻ്റെ ഉത്തരവാദിത്തമാണ്. അവസാനം പട്ടാളക്കാരുടെയും നിരീക്ഷകരുടെയും കൂടെ അടിയും മർദ്ദനവും പീഡന താടനങ്ങൾ നൽകിക്കൊണ്ട് ഹാനി റളിയല്ലാഹു അൻഹുവിനെ സ്വന്തം വീട്ടിലേക്ക് അയക്കുകയാണ്. അവിടെ വെച്ച് അന്വേഷിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. പക്ഷേ മുസ്ലിം ഇബ്നു ഉഖൈൽ റളിയല്ലാഹു അൻഹു അവിടെ നിന്നും യാത്രയായിരുന്നു. അങ്ങനെ പോയി അവിടെ ചെന്നപ്പോൾ ഒരു സ്ത്രീയാണ്, ഒരു വാർദ്ധക്യം ചെന്ന സഹോദരിയാണ് മുസ്ലിം ഇബ്നു ഉഖൈൽ റളിയല്ലാഹു അൻഹു എന്ന ഒളിച്ചോടുന്ന ഈ പ്രയാസങ്ങൾ, ഉബൈദില്ലാഹ് ഇബ്നു സിയാദിൻ്റെ ക്രൂരകൃത്യങ്ങൾ കാണുന്നു. അദ്ദേഹം എല്ലാ പൗരപ്രമുഖരെയും വിളിച്ചു. ആദ്യം നേതാക്കളെ മുഴുവനും കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി. എന്നിട്ട് എല്ലാവരെക്കുറിച്ചും ഉള്ള റിപ്പോർട്ടുകൾ വരുത്തി, എല്ലാവരെയും ഭീഷണിപ്പെടുത്തി, അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി, ആരെങ്കിലും പ്രതിരോധിക്കാൻ തയ്യാറായാൽ അവരെ മുഴുവനും വാളിനിരയാക്കി. ആ നിലക്ക് ക്രൂരമായ അക്രമ താണ്ഡവ മർദ്ദനങ്ങൾക്ക് ഇരയാക്കിയ ശേഷം ഉബൈദില്ലാഹ് ഇബ്നു സിയാദിൻ്റെ ഈ ക്രൂരത കേട്ടപ്പോൾ മുസ്ലിം ഇബ്നു ഉഖൈൽ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് കത്തെഴുതുകയാണ് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഹുസൈൻ, ഞാൻ നേരത്തെ എഴുതിയിരുന്നു, പക്ഷേ സ്ഥിതിഗതികൾ മാറിയിട്ടുണ്ട്, ഇങ്ങോട്ട് യാതൊരു നിലക്കും വരരുത് എന്ന ഒരു വിവരം മഹാനായ മുസ്ലിം ഇബ്നു ഉഖൈൽ റളിയല്ലാഹു അൻഹു വീണ്ടും കത്തെഴുതിക്കൊണ്ട് മഹാനവറുകളെ അറിയിക്കുകയാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു. പക്ഷേ ഈ കത്തിനെ കുറിച്ചോ, കാരണം കൂഫ മുഴുവനും വളഞ്ഞു, കൂഫക്ക് മുഴുവനും ഒരു കാവൽക്കാരനായി ഹുസൈൻ ഇബ്നു തമീം എന്ന വ്യക്തിയെ ഏൽപ്പിക്കുകയാണ്. ആരെയും കൂഫയിലേക്ക് കടത്തിവിടരുത്, കൂഫയിൽ നിന്ന് ഒരാളെയും അങ്ങോട്ട് പോകാനും അയക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് വിവിധ ഭാഗങ്ങളിൽ കാവൽക്കാരെ ഹുസൈൻ ഇബ്നു തമീം എന്ന ആളുടെ നേതൃത്വത്തിൽ നിശ്ചയിക്കുകയാണ്. അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹു മുഹമ്മദ് ഇബ്നുൽ ഹനഫിയ എന്ന അലി റളിയല്ലാഹുവിൻ്റെ മകനുണ്ട്. യഥാർത്ഥത്തിൽ അലി റളിയല്ലാഹുവിന് ഫാത്തിമ ബീവി അല്ലാത്ത മറ്റൊരു ഭാര്യയിൽ നിന്ന് ഉണ്ടായ മകനാണ് മുഹമ്മദ് ഇബ്നുൽ ഹനഫിയ. ഇബിൻ അൽ ഹനഫിയ എന്ന് ഉമ്മയിലേക്ക് ചേർത്ത് പറയാൻ കാരണം കൺഫ്യൂഷൻ വരാതിരിക്കാനാണ്. അതുപോലെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ, അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹും എല്ലാവരോടും യാത്ര ചോദിച്ചുകൊണ്ട് പുറപ്പെട്ട മഹാനായ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു സബാലയിലെത്തിയപ്പോഴാണ് ഈ കത്തിനെ കുറിച്ച് അറിയുന്നത്. അതോടുകൂടെ നാം മനസ്സിലാക്കണം, മുസ്ലിം ഇബ്നു ഉഖൈലിനെ അവർ ചെയ്ത ഒരു ക്രൂരകൃത്യത്തെക്കുറിച്ച് പിന്നീട് മഹാനവറുകൾ അറിയുകയാണ്. മുസ്ലിം റളിയല്ലാഹുവിൻ്റെ കത്ത്, രണ്ടാമത്തെ കത്ത് ഒരുപാട് വൈകി. ഏകദേശം ഇറാഖിൻ്റെ ബോർഡറിൻ്റെ അടുത്തുള്ള സബാല എന്ന സ്ഥലത്ത് എത്തിയപ്പോഴാണ് ആ കത്ത് ലഭിക്കുന്നത്, രണ്ടാമത്തെ കത്ത് ലഭിക്കുന്നത്. ആ കത്ത് ലഭിച്ചപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു തരിച്ചു പോവുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ
കൂടെയുള്ളവരോട് ചോദിക്കുകയാണ്. അതോടൊപ്പം മറ്റു ചില വാർത്തകൾ വരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹാനി ഇബ്നു ഉർവയുടെ വീട്ടിൽ നിന്നും ഒളിവിൽ പോയ സയ്യിദുനാ മുസ്ലിം ഇബ്നു ഉഖൈർ റളിയല്ലാഹു അൻഹുവിന് പിന്നീട് അഭയം നൽകിയത് ഒരു വാർദ്ധക്യം ചെന്ന സഹോദരിയാണ്. ആ സഹോദരിയുടെ മകൻ ഉബൈദുല്ലാഹ് ഇബ്നു സിയാദിൻ്റെ ചാരനായിരുന്നു. ആ ഉമ്മയുടെ വാക്ക് പോലും കേൾക്കാതെ ഉമ്മ ഒരുപാട് പറയുന്നുണ്ട്, നിങ്ങൾ ഒരിക്കലും പറയരുത്, ഇത് പ്രവാചകന്റെ പൗത്രനാണ്, ഇത് പ്രവാചകന്റെ പേരമകനാണ്, നിങ്ങളൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞു. പ്രവാചകരുടെ പേരമകന്റെ ദൂതനാണ്, അബൂ താലിബിന്റെ പേരക്കുട്ടിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ഉപദേശം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ മകൻ വെള്ളിക്കാശിന് വേണ്ടി ഒറ്റിക്കൊടുത്തു എന്ന് പറയപ്പെട്ട പോലെ മഹാനായ മുസ്ലിം ഇബ്നു ഉഖൈലിനെ കുറിച്ചുള്ള വിവരം ഉബൈദുല്ലാഹ് ഇബ്നു സിയാദിന്റെ പട്ടാളക്കാർക്ക് നൽകുകയും അങ്ങനെ ക്രൂരമായ രീതിയിൽ ഈ ഉമ്മയെ കൊലപ്പെടുത്തി അവസാനം മുസ്ലിം ഇബ്നു ഉഖൈർ റളിയല്ലാഹുവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുപോവുകയാണ്. അദ്ദേഹത്തെ കഴുതപ്പുറത്തിരുത്തിക്കൊണ്ട് കൈയും കാലും ക്രൂരമായി കെട്ടിയിട്ടുകൊണ്ട് കൂഫ നഗരത്തിൻ്റെ മുഴുവനും ചുറ്റിച്ച ശേഷം വലിയ ഉയർന്ന തൻ്റെ കൊട്ടാരത്തിൻ്റെ മുകളിൽ അദ്ദേഹത്തെ കയറ്റി നിർത്തുന്നു. ഇതിനൊക്കെ നേതൃത്വം നൽകുന്ന നിരവധി ക്രൂരന്മാരുണ്ട്. ആ ക്രൂരന്മാരായ ഇറാഖുകാരായ വഞ്ചകരായ ഏതാനും ചില ആളുകൾ, ആ ആളുകൾ അദ്ദേഹത്തെ ഈ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും താഴോട്ട് ഉന്തിയിട്ടുകൊണ്ട് വളരെ ക്രൂരമായി വധിക്കുന്നു. ഈ വധിക്കുന്ന വിവരമൊക്കെ ഇറാഖിൻ്റെ ബോർഡറിലെത്തിയപ്പോഴാണ് സയ്യിദുന ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു അറിയുന്നത്. അപ്പോൾ ഇവിടെ ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് എന്ത് ചെയ്യുന്നു? തുർക്കിയിലേക്ക്, ഇസ്തംബൂളിലേക്ക് രണ്ടാമതൊരു സൈന്യം യസീദ് നിശ്ചയിച്ചിരുന്നു. ആരുടെ നേതൃത്വത്തിൽ? ഉമർ ഇബ്നു സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ഇസ്തംബൂളിലേക്ക്, കോൺസ്റ്റന്റിനോപ്പിളിലേക്ക് മാർച്ച് ചെയ്യാൻ വേണ്ടി നിശ്ചയിച്ച ഒരു സൈന്യമുണ്ട്. രണ്ടാമത്തെ, നേരത്തെ മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ പോയെങ്കിലും അത് വിജയിക്കാൻ സാധിച്ചില്ല അവർക്ക്. ഇസ്തംബൂൾ ഒരുപാട് ഉപരോധിച്ചെങ്കിലും അവർക്ക് അത് തിരിച്ചു വരേണ്ടി വന്നു. അങ്ങനെ രണ്ടാമത് ഈ ദൗത്യം യസീദ് നിർവഹിക്കുകയാണ് പിതാവിൻ്റെ വസിയ്യത്തനുസരിച്ച്. ഇതിന് നായകത്വം നൽകിയത് മഹാനായ ഉമർ ഇബ്നു സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ആണ്. ഈ ഉമർ റളിയല്ലാഹുവിനെ തിരിച്ചു വിളിക്കുകയാണ് ആര്? ക്രൂരനായ ഭരണാധികാരി ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ്. എന്നിട്ട് പറയുന്നു, നിങ്ങൾ കോൺസ്റ്റന്റിനോപ്പിളിലേക്ക് പോകരുത്, മറിച്ച് നിങ്ങൾ ചെല്ലേണ്ടത് ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞു. ഉമർ ഒരുപാട് പറഞ്ഞു, എൻ്റെ ഉത്തരവാദിത്തം അതല്ല, ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് കേൾക്കുക എന്നത് മാത്രമാണ് നിങ്ങളുടെ ദൗത്യമെന്ന് പറഞ്ഞുകൊണ്ട് അക്കാര്യത്തിൽ നിർബന്ധിക്കുകയാണ്. അങ്ങനെ ആ നിർബന്ധത്തിന് അവസാനം ഒരുപാട് പിന്മാറാൻ ശ്രമിച്ചെങ്കിലും അവസാനം ആ ദൗത്യവുമായി മഹാനായ ഉമർ ഇബ്നു സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള 4000 സൈന്യം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടുകയാണ്. അവരിൽ പറഞ്ഞു, അവർ യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ചില്ല. ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മദീനയിലേക്ക് തന്നെ തിരിച്ചു പോകാം, ഞാൻ മദീനയിലേക്ക് തന്നെ തിരിച്ചു പോകാമെന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയാണ്. അങ്ങനെ കൂടെയുള്ള മുസ്ലിം ഇബ്നു ഉഖൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കളടക്കമുള്ള ആളുകളോട് ഈ വിവരം പങ്കുവെച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ മുസ്ലിം ഇബ്നു ഉഖൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കളും അവരുടെ ബന്ധുമിത്രാദികളും പറയുന്നു, പാടില്ല, ഞങ്ങളുടെ പിതാവിനെ കൊന്ന ആളുകളോട് ശക്തമായി പ്രതികാരം ചോദിച്ച ശേഷം മാത്രമേ നമ്മൾ തിരിച്ചു പോകാൻ പാടുള്ളൂ എന്ന് ആവേശം നൽകുകയാണ് ഈ മക്കൾ. പോകാമെന്ന് ഏകദേശം ഈ ഭാഗത്തെത്തിയപ്പോൾ അവസാനം പക്ഷെ തിരിച്ചു പോയാൽ പോലും പിടിക്കണമെന്ന ഓർഡറാണ് ഉബൈദുല്ലാഹ് ഇബ്നു സിയാദിൻ്റെ അടുക്ക്. അതിനുവേണ്ടി ചുറ്റുഭാഗത്തും പട്ടാളക്കാരെയും, ഞാൻ നേരത്തെ പറഞ്ഞ ഹുസൈൻ ഇബ്നു തമീം എന്ന വളരെ ഘ്രാണശക്തിയുള്ള ഒരു വ്യക്തിയെ ഇതിനായി അദ്ദേഹം ഏൽപ്പിച്ചിരുന്നു. അങ്ങനെ ഈ ഹുസൈൻ, അതിന്റെ പുറമെ ഈ ഒരു 4000 പട, അങ്ങനെ 4000 സൈനികരുമായി മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഉമർ ഇബ്നു സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹും ഹുസൈൻ റളിയല്ലാഹു അൻഹും പരസ്പരം കണ്ടുമുട്ടുകയാണ്. ഉമറിന്റെ ബോർഡറിൽ വെച്ച് കണ്ടുമുട്ടുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൈകൾ വിറച്ചു, പറയാൻ സാധിക്കുന്നില്ല. അവർ വളരെ സന്തോഷത്തോടുകൂടെ പറയുകയാണ്, ഹുസൈൻ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നഹ്നു മഅ്മൂറൂൻ, ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടവരാണ്. പക്ഷേ ഈ സൈന്യത്തിൽ തന്നെ ക്രൂരരായ ചിലരുണ്ടായിരുന്നു. അവർ ഉബൈദുല്ലാഹ് ഇബ്നു സിയാദിൻ്റെ ചാരന്മാരും അതുപോലെ ഉമർ ഇബ്നു സഅദ് ഇബ്നു അബീ വഖാസിനെ പോലും നിയന്ത്രിക്കാൻ കൽപ്പിക്കപ്പെട്ടവരുമായിരുന്നു. അവർ പറഞ്ഞു, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്ക് 3-4 കാര്യം ചെയ്താൽ മതി. ഒന്നിരിക്കൽ എന്നെ യസീദിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോകണം, ഞാൻ യസീദിൻ്റെ അടുക്കൽ ചെല്ലാം, എന്നിട്ട് സിറിയയിലേക്ക്, ഡമസ്കസിലേക്ക് കൊണ്ടുപോകാം.
കാരണം ഞാൻ ഈ കത്തുകൾ അറിഞ്ഞുകൊണ്ട് ഈ സമൂഹത്തിന് ഖിലാഫത്തിന് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് മാർച്ച് ചെയ്തത്. ഇപ്പോൾ എനിക്ക് വിവരങ്ങളൊക്കെ അറിഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ ഞാൻ യസീദിൻ്റെ അടുക്കൽ ചെന്നുകൊണ്ട് ബൈഅത്ത് ചെയ്യാം. രണ്ടാമതൊരു കാര്യം പറയുന്നത്, അതല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, എന്നെ മദീനയിലേക്ക് തന്നെ മടങ്ങാൻ അനുവദിക്കണം. ഞാൻ മക്കയിലേക്കോ മദീനയിലേക്കോ പോയി ഇതിൽ നിന്ന് പിന്മാറാൻ ഞാൻ തയ്യാറാണ്. അതുമല്ലെങ്കിൽ കോൺസ്റ്റന്റിനോപ്പിളിലേക്ക് യുദ്ധം ചെയ്യാൻ പോകുന്ന ഈ സൈന്യത്തിൽ വീണ്ടും ഞാൻ അണിനിരന്നുകൊണ്ട് ഈ ഖലീഫയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യാനും ഞാൻ തയ്യാറാണ്. ചെയ്യാം, ഞാൻ തയ്യാറാണ്. നിങ്ങൾ ഇതിൽ മൂന്നിലൊരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അതല്ല. മഹാനായ ഉമർ ബിൻ സഅദ് ബിൻ അബീ വഖാസിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ അത് കേൾക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഈ വിവരം ഉബൈദില്ലാഹ് ഇബ്നു സിയാദിനോട് പറഞ്ഞപ്പോൾ, ഞാൻ നിന്നോട് പറഞ്ഞത്, ഉമർ റളിയല്ലാഹുവിനോട് തിരിച്ചു പറയണം, ഉമർ ബിൻ സഅദ് റളിയല്ലാഹുവിനോട് തിരിച്ചു പറയാൻ, ഞാൻ നിന്നോട് പറഞ്ഞത് അങ്ങനെയല്ല, അവനെ എൻ്റെ അടുക്കലേക്ക് പിടിച്ചു കൊണ്ടുവരാനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഉബൈദില്ലാഹ് ഇബ്നു സിയാദിന്റെ ഓർഡർ കിട്ടിയപ്പോൾ സൈന്യത്തിലെ മറ്റു ചിലർ ഇടപെട്ടുകൊണ്ട് പറയുന്നു, നിങ്ങൾ നിർബന്ധമായും ആരെ പിടിച്ചുകൊണ്ട് പോകണം, ഉബൈദില്ലാഹ് ഇബ്നു സിയാദ് പിടിച്ചു കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിന് ഞാൻ തയ്യാറല്ല. ഉബൈദില്ല ക്രൂരനാണ്, അവൻ അതിക്രമിയാണ്, അവൻ്റെ അടുക്കലേക്ക് പോകാൻ ഞാൻ തയ്യാറല്ല, മറിച്ച് ഖലീഫയായ യസീദിന്റെ അടുക്കലേക്ക് പോകാൻ ഞാൻ തയ്യാറാണ്. ഈ മൂന്നാലൊരു നിബന്ധന ചെയ്യണം. പോകേണ്ട ആവശ്യമില്ലല്ലോ, എനിക്ക് അദ്ദേഹത്തോട് ഒരു ബാധ്യതയുമില്ലല്ലോ, അദ്ദേഹം ക്രൂരനാണ്, എൻ്റെ സഹോദരനെ കൊന്നയാളാണ് എന്നൊക്കെ പറഞ്ഞ് പല വിഷയങ്ങളും സംസാരിക്കുന്നു. അവസാനം ഉമർ ബിൻ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ കൂടെ ചേരുകയാണ്. ആ സന്ദർഭത്തിൽ ഉബൈദില്ലാഹ് ഇബ്നു സിയാദ് എന്ന അതിക്രൂരനും അക്രമിയുമായ ഈ മനുഷ്യൻ്റെ സദസ്സിൽ ഇദ്ദേഹം പോലും ഇതിൽ നിന്ന് പിന്മാറാൻ തയ്യാറായി. ഉബൈദില്ലാഹ് ഇബ്നു സിയാദ് എന്ന ക്രൂരൻ പോലും ഹുസൈൻ റളിയല്ലാഹു അൻഹു പ്രവാചക പൗത്രനാണ്, അദ്ദേഹത്തിൻ്റെ പുഞ്ചിരിയെക്കുറിച്ചും ചർച്ചകളെക്കുറിച്ചും ഡിമാൻഡുകളെക്കുറിച്ചും കേട്ടപ്പോൾ അദ്ദേഹം രാജസദസ്സിൽ, അദ്ദേഹത്തിൻ്റെ സദസ്സിൽ ഈ വിഷയം അഭ്യർത്ഥിച്ചുകൊണ്ട്, എങ്കിൽ അവരെ നമുക്ക് യസീദിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോകാമെന്ന ഒരു തീരുമാനത്തിലെത്തുകയാണ്. ആ സമയത്താണ് ശംർ ഇബ്നു ദിൽ ജൗഷൻ എന്ന അതിക്രൂരനായ മനുഷ്യൻ, ഉബൈദില്ലാഹ് ഇബ്നു സിയാദ് എന്ന ഭരണാധികാരി, രാജാവിനേക്കാളും വലിയ രാജഭക്തി എന്ന് പറയപ്പെട്ട പോലെ തൻ്റെ സദസ്സിൽ നിന്ന് എണീറ്റുകൊണ്ട് പറയുന്നു, അരുത്, മറിച്ച് ഞാൻ ചെയ്യാം, എൻ്റെ നേതൃത്വത്തിൽ നിങ്ങൾ സൈന്യത്തെ അയച്ചാൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് മാർച്ച് ചെയ്യുന്നു. അങ്ങനെ ശംർ ഇബ്നു ദിൽ ജൗഷന്റെ നേതൃത്വത്തിൽ വലിയ ഒരു സൈന്യം ഉമർ ബിൻ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സൈന്യത്തോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പുറപ്പെടുന്നു. ആദ്യം നേരത്തെ ഉബൈദില്ലാഹ് ഇബ്നു സിയാദ് നിശ്ചയിച്ച ഈ സൈന്യത്തെ കൊലപ്പെടുത്തിയ ശേഷം കേവലം 70-ൽ താഴെയുള്ള അങ്കുലി പരിമിതമായ സൈന്യങ്ങൾ മാത്രമുള്ള സൈന്യമെന്നതിനെക്കുറിച്ച് കുടുംബക്കാര് മാത്രമുള്ള ഭാര്യയും മക്കളും, അധികാരമേറ്റെടുക്കാൻ വേണ്ടി മാത്രം യാത്ര ചെയ്ത ഭാര്യ മക്കളും സന്താനങ്ങളും, അവരെ അവിടെ വെച്ച് ക്രൂരമായി നേരിടാൻ ഈ ശംർ ഇബ്നു ദിൽ ജൗഷൻ തയ്യാറാവുന്ന ഉമർ ഇബ്നു സഅദ് ബിൻ അബീ സിയാദ് പോലും ഇതിൽ നിന്ന് ബാക്കിൽ പോയപ്പോഴാണ് ഇയാൾ വരുന്നത്, ഈ ക്രൂരൻ വരുന്നത്. അങ്ങനെ മുഹറം 2 മുതൽ കർബലയിൽ തമ്പടിച്ചുകൊണ്ട് മദീനയിലേക്ക് പോകാനോ കൂഫയിലേക്ക് പോകാനോ ഡമസ്കസിലേക്കോ കോൺസ്റ്റന്റിനോപ്പിളിലേക്കോ യാത്ര ചെയ്യാൻ സാധിക്കാതെ ബന്ധിയായി കിടക്കുന്ന സയ്യിദുനാ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിനെ അതിക്രൂരമായി വധിക്കുക എന്ന ഏക ലക്ഷ്യത്തോടെ ക്രൂരതയുടെ പര്യായമായ ശംർ ഇബ്നു ദിൽ ജൗഷന്റെ നേതൃത്വത്തിലുള്ള പട്ടാളക്കാർ വരുന്നു. ആദ്യം ഉമർ ഇബ്നു സഅദ് ഇബ്നു അബീ വഖാസിന്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തിൽപ്പെട്ട ഒരുപാട് ആളുകളെ അവർ വകവരുത്തുക. അവസാനം ഹൗലിൽ അസ്ബഇ എന്ന ആളുടെ നേതൃത്വത്തിൽ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹുവിന്റെ കൂടെയുള്ളത് കേവലം 72 ആളുകളാണ്. അവർ സൈനികരല്ല, കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, അവരുടെ കുടുംബക്കാരും സ്വന്തക്കാരുമായ ആളുകൾ. അങ്ങനെ ഹിജ്റ 61 മുഹറം മാസം 10-ാം തീയതി ആഷൂറാഇന്റെ ദിവസം ആളുകൾ മുഴുവനും അള്ളാഹുവിന് വേണ്ടി സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന അതേ ദിവസം അവർ ഒരുമിച്ച് കൂടുന്നു. ഹുസൈൻ റളിയല്ലാഹുവിന് യൂഫ്രട്ടീസിലെ വെള്ളം വിലക്കുകയാണ്. ഇസ്ലാമിക ചരിത്രമെന്നല്ല, ലോക ചരിത്രത്തിൽ പോലും തുല്യതയില്ലാത്ത ക്രൂരമായ രീതിയിൽ മഹാനായ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹുവിനെ അവർ ബന്ദിയാക്കുന്നു. വെള്ളം കൊടുക്കാൻ അനുവദിക്കുന്നില്ല, ഭക്ഷണം എടുക്കാൻ അനുവദിക്കുന്നില്ല. എത്രത്തോളം ക്രൂരമായ യസീദിന്റെ പട്ടാളക്കാർ, പ്രത്യേകിച്ചും ശംർ ഇബ്നു ദിൽ ജൗഷന്റെ നേതൃത്വത്തിൽ വന്ന ഒരു പറ്റം കാട്ടാളന്മാർ, ആ കാട്ടാളന്മാർ എത്രത്തോളം
അവരുടെ സ്വന്തം മക്കൾ വിശന്നുകൊണ്ട് കരയുകയാണ്. മുലപ്പാൽ പോലും വറ്റിയിട്ട് ഉമ്മമാർക്ക് കുഞ്ഞുങ്ങൾക്ക് അവരുടെ പാവങ്ങളായ മുല കുടിക്കുന്ന മക്കൾക്ക് പാല് കൊടുക്കാൻ പോലും സാധിക്കാത്ത അവസരത്തിൽ മഹാനായ ഹുസൈൻ ഇബ്നു അലി മുല കൊടുക്കുന്ന രക്തം മാത്രം വരുന്ന സന്ദർഭത്തിൽ ഒരു തുള്ളി വെള്ളം കുടിച്ചുകൊണ്ട് ആ ഉമ്മമാരൊന്ന് ആശ്വസിക്കണമെന്ന് വിചാരിച്ചപ്പോൾ അതിനുപോലും വിലക്കുന്ന ക്രൂരമായ ചലനങ്ങളാണ്. കൂട്ടത്തിൽ ഷംറിൻ്റെ കൂട്ടത്തിൽ വന്ന ആളുകൾ പോലും സങ്കടപ്പെടുന്നുണ്ട്. ഇത് പ്രവാചകരുടെ കുടുംബക്കാരാണ്, അവരോട് ഇങ്ങനെ ക്രൂരത കാട്ടരുത് എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ചില വളരെ മോശപ്പെട്ട ചില ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് ഷുമ്മർ ഇബ്നു ദിൽജൗഷനും അതുപോലെ തന്നെ ഏതാനും ചില ആളുകൾ അവർ കൃത്യമായി കൃത്യനിർവഹണം നടത്തുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെയുള്ള ഓരോരുത്തരെയായി അവർ കൊല്ലുകയാണ്. ഓരോരുത്തർ മഹാനായ ഉഖൈൽ റളിയല്ലാഹു മുസ്ലിം ഇബ്നു ഉഖൈൽ തങ്ങളുടെ മക്കളെ വധിക്കുന്നു. അബൂ താലിബിൻ്റെ പേരമക്കളിൽ പലരെയും അവർ വധിക്കുകയാണ്. അങ്ങനെ മധുരമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സൈനബിനെ അവർ ബന്ദിയാക്കി കൊണ്ടുപോകുന്നു. എത്രത്തോളം അലിയുൽ അസ്ഗർ എന്ന പേരിൽ അറിയപ്പെടുന്ന അലിയുൻ സൈനുൽ ആബിദീൻ എന്ന കുഞ്ഞ് രോഗിയായി സ്ത്രീകളുടെ ഖൈമയിൽ കിടക്കുന്നത് കൊണ്ട് മാത്രം അവർ രക്ഷപ്പെടുകയാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു അവരോടൊക്കെ വസിയ്യത്ത് ചെയ്തു. ചുറ്റുഭാഗത്തുമുള്ള മുഴുവൻ ആളുകളെയും വധിച്ചു. അവസാനം ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒരു തുള്ളി വെള്ളമെടുക്കാൻ വേണ്ടി യൂഫ്രട്ടീസ് നദിയിലേക്ക് ഇറങ്ങിയ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ വലതു ഭാഗത്തുള്ള ഈ കഴുത്തിലേക്ക് ഷുമ്മർ ഇബ്നു ദിൽജൗഷൻ്റെ ആ അമ്പ് ക്രൂരമായി ചാടി വരികയാണ്. ആ പറന്നു വന്ന അമ്പ് മഹാനവറുകൾ സ്വന്തം കൈകൊണ്ടമർത്തി നടക്കാൻ കഴിയാതെ വെള്ളപ്പാത്രവുമായി നടന്നപ്പോൾ രണ്ടാമത്തെ അമ്പ് ഇടത് കൈകളിലേക്ക് വരികയാണ്. ഇങ്ങനെ ക്രൂരമായ കൃത്യം എന്നിട്ടും മടങ്ങാത്ത ധീരതയുടെ പര്യായമായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉഹദിൽ ഏകനായ ഒരാളെ മാത്രമാണ് വധിച്ചത് എന്ന് നമുക്കറിയാം. ആ ഒരു ധൈര്യമുള്ള പ്രവാചകൻ, ധീരനായ പ്രവാചകൻ്റെ വീരനായ പൗത്രൻ തന്നെയാണ് ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു എന്ന് ഈ രംഗങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവസാനം വളരെ ക്രൂരമായി അദ്ദേഹത്തെ കുതിരപ്പുറത്തിരുന്ന് താഴ്ത്തിയിട്ട് 60-ലേറെ കുത്തുകളും വ്രണങ്ങളും മുറിവുകളും വരുത്തിയിട്ട് അദ്ദേഹത്തെ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ക്രൂരമായ രീതിയിൽ അവർ വകവരുത്തുകയാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ തലയിറക്കുന്നു. അസ്മഈ എന്ന് പറഞ്ഞ ആൾ അദ്ദേഹത്തിൻ്റെ തലയെറുത്തുകൊണ്ട് നേരെ ഉബൈദില്ലാഹ് ഇബ്നു സിയാദ് എന്ന ഈ ക്രൂരനായ ഗവർണറുടെ അടുക്കലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന് പോലും തോന്നിയിട്ടുണ്ട് വേണ്ടിയില്ലായിരുന്നു. എങ്കിലും ആ ഒരു ആവേശത്തിൽ കുന്തമിളക്കിക്കൊണ്ടിങ്ങനെ ആ ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ തലയിൽ കളിച്ചപ്പോൾ അവിടെ മുന്നിലുള്ള ആളുകളിൽ പലർക്കും അത് സഹിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ആ തലയോട്ടി മഹാനായ ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ പവിത്രമായ തല, ആ തല ഇന്ന് മിസ്റിലാണെന്ന് അഭിപ്രായമുണ്ട്, കൂഫയിലാണെന്ന് അഭിപ്രായമുണ്ട്, അതല്ല അത് ജന്നത്തുൽ ബഖീയിൽ കൊണ്ടുപോയി മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നും അഭിപ്രായമുണ്ട്. ഏതായാലും ആ ഷറഫാക്കപ്പെട്ട തല യസീദിൻ്റെ മുന്നിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്, ഡമസ്കസിലേക്ക്. അവിടെ യസീദിൻ്റെ മുമ്പിലിരുന്ന നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു ഇത് കണ്ടപ്പോൾ വളരെ ക്രൂരമായ രീതിയിൽ നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു എന്ന അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുന്ന ആ വ്യക്തിത്വം അവിടെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. അവിടെ കൂടിയ പല ശൂറകളും പൊട്ടിത്തെറിക്കുന്നുണ്ട്. എടാ, നീ ഏത് ചുണ്ടിനോടാണ് ഈ ക്രൂരത കാണിക്കുന്നത് എന്ന് നിനക്കറിയുമോ? ഫഅലൈക ലഅനത്തുല്ലാഹ്, നിശ്ചയം നിനക്ക് അള്ളാഹുവിൻ്റെ ലഅനത്ത് വരിക തന്നെ ചെയ്യും. കാരണം ഈ ചുണ്ടുകളിൽ വെച്ചല്ലേ പണ്ടൊരിക്കൽ പ്രവാചകർ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സദ്യക്ക് ക്ഷണിക്കപ്പെട്ടപ്പോൾ അവിടേക്ക് പോകുന്ന മാത്രയിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു കുട്ടികളോടുകൂടെ കളിക്കുകയായിരുന്നു. ആ ഗിൽമാനുകളോടുകൂടെ കളിക്കുന്ന മക്കളുടെ കൂട്ടത്തിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ മാടി വിളിച്ചു പ്രവാചകർ സദ്യക്ക് കൂടെ പോകുവാൻ വേണ്ടി. ആ സമയത്ത് ആ കുട്ടി വീണ്ടും ഓടുകയാണ്. പ്രവാചകർ അവിടെ ഇരുന്നു കൊണ്ട് പലപ്പോഴും കളിപ്പിച്ച ശേഷം അവസാനം ഇടത്തെ കൈ ത്വക്കിലും വലത്തെ കൈ തലയിലും വലത്തെ കൈ താടിയെല്ലിനിടയിലും വെച്ചുകൊണ്ട് ചുണ്ടത്ത് ചുംബനം കൊടുത്ത ഒരു തലയോട്ടിയോടാണ് യസീദ് നീ ക്രൂരത കാണിക്കുന്നത് എന്നോർക്കണം. മാത്രമല്ല നിസ്കാരത്തിൻ്റെ സന്ദർഭത്തിൽ പോലും തോളിലിരുത്തിക്കൊണ്ട് പ്രവാചകരുടെ കൈകൊണ്ട് മധുരം കൊടുത്തുകൊണ്ട് ജനിച്ച ഒരു വ്യക്തിത്വമാണ് ഹുസൈൻ എന്ന് നിങ്ങൾ ഓർക്കണമെന്ന് പറയുന്നുണ്ട്. നമുക്കറിയാമല്ലോ, മദീനയിലേക്ക് ഹിജ്റ വന്ന സന്ദർഭത്തിൽ
സ്വഹാബികൾക്കാർക്കും ആൺകുട്ടികൾ ജനിച്ചിരുന്നില്ല. ആ സന്ദർഭത്തിൽ ആദ്യമായി അവിടെ ജനിച്ച കുട്ടി അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹു തങ്ങളാണ്. അബ്ദുല്ലാഹിബ്നു സുബൈറിന് ശേഷം ഹിജ്റ 4-ാം വർഷം ഷഅബാൻ മാസം 3-ാം തീയതിയാണ് ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. ആ സമയത്ത് മധുരം നൽകിയത് പ്രവാചകരാണ്. മാത്രമല്ല ഹർബ് എന്ന് ആദ്യം പേര് വെച്ചു അലി റളിയല്ലാഹു അൻഹു. ഹർബ് എന്ന് അഥവാ യുദ്ധം എന്നർത്ഥം വരുന്ന ഹർബ് എന്ന് പേര് വെച്ചപ്പോൾ മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവന് ഹർബ് എന്ന് പേര് വെക്കാൻ പാടില്ല, അവൻ നന്മ എന്നർത്ഥം വരുന്ന ഹുസൈൻ എന്ന് വെക്കട്ടെ. നേരത്തെ ഇക്കാക്ക ഹസൻ റളിയല്ലാഹു അൻഹുവിനും പേര് വെച്ചത് വലിയുപ്പയായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയായിരുന്നു. ഈ കഥകളൊക്കെ പലരും യസീദിൻ്റെ പാർലമെൻറ്റിൽ വെച്ച് യസീദിൻ്റെ ചുറ്റുവട്ടത്തുമുള്ള സദസ്സിൽ വെച്ചുകൊണ്ട് പറയുന്നുണ്ട്, അനുസ്മരിക്കുന്നുണ്ട്. ഇവർ സയ്യിദാ ശബാബി അഹ്ലിൽ ജന്നയാണ്, സ്വർഗീയ യുവാക്കളുടെ നേതാക്കളാണ്. മാത്രമല്ല റൈഹാനത്താ റസൂലില്ല, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യർജാൻ പുഷ്പങ്ങളാണെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ ഒരു തലയോട്ടിയോട് നീ ഒരിക്കലും ഇങ്ങനെ പെരുമാറരുത് എന്ന് പലപ്പോഴും അവർ ആവശ്യപ്പെട്ടു. കാരണം സിബ്തു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹിബ്ബുഹു, പ്രവാചകർ ഇത്രത്തോളം സ്നേഹിച്ച ഒരു കുഞ്ഞുമോൻ ഉണ്ടായിട്ടില്ല, പിന്നെയും നീ എന്തിനീ ക്രൂരത കാണിക്കുന്നു എന്ന് യസീദിനോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഒരു സമീപനം ഇത് കേവലം 72 ആളുകൾ മാത്രമുള്ള ഒരു മാർച്ചാണെങ്കിലും ഇത് മുസ്ലിം സമൂഹത്തിൻ്റെ ലമീർ അഥവാ അവരുടെ മനസ്സാകുന്ന മാണിക്യ കൊട്ടാരം, അതിൽ സൂക്ഷിച്ച രാജകുമാരൻ, അദ്ദേഹം നടത്തിയ ഒരു പ്രതിരോധമായതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ അമവി രാജവംശത്തിൻ്റെ അന്ത്യത്തിന് കാരണം കുറിച്ചത് ഈ കർബലയാണ്. കാരണം ഇതിനുശേഷം കേവലം 60 കൊല്ലം മാത്രമാണ് ഈ ഭരണം നിന്നത്. ഈ ഒരു ഭരണം കേവലം ഒരു കർബലയിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടെങ്കിലും ഇന്നും അദ്ദേഹത്തെ നാം പോലും അനുസ്മരിക്കുന്നു. ഇങ്ങനെ ലോകം മുഴുവനും അദ്ദേഹത്തെ ഓരോ വർഷവും അനുസ്മരിച്ചു കൊണ്ടേയിരിക്കുന്നു. എക്കാലഘട്ടത്തിലും മുസ്ലിം സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി മാറി. മാത്രമല്ല നമുക്കറിയാം, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമേ പ്രവചിച്ചിട്ടുണ്ട്, അവ്വലുമാ യുൽഗാ ഫിൽ ഇസ്ലാമി അൽ ഹുക്കുമു, ഇസ്ലാമിൽ ഏറ്റവും ആദ്യമായി നാമാവശേഷമാക്കപ്പെടുന്ന കാര്യം എന്താണ്? ഭരണമാണ്, ഹുക്കുമാണ്, അധികാരമാണ്. എന്നാൽ ഇസ്ലാമി അസ്വല, അവസാനമായി ഇസ്ലാമിൽ നിന്ന് നാമാവശേഷമാക്കപ്പെടുന്നത് അഥവാ മാറ്റപ്പെടുത്തപ്പെടുന്ന കാര്യം എന്താണ്? നിസ്കാരമാണ്. എന്നാൽ ഏറ്റവും ആദ്യമായി മാറ്റത്തിരുത്തലുകൾ വരുത്തപ്പെടുന്ന കാര്യമോ? അത് ഇസ്ലാമിക ഭരണമാണ്. കാരണം നമുക്കറിയാം, മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിന് ശേഷം ഷൂറയിൽ നിന്ന് മാറി തഈനിലേക്ക് വരികയാണ്. അഥവാ ഷൂറയിലൂടെയാണ് അധികാരം കൊണ്ടുവരേണ്ടത് എന്ന അടിസ്ഥാന തത്വം മാറ്റി, ഇസ്ലാമിക തത്വം മാറ്റി തഈനിലേക്ക്, രാജവാഴ്ചയിലേക്ക്, ഖിലാഫത്തിൽ നിന്ന് മാറി രാജവാഴ്ചയിലേക്ക് പോയപ്പോൾ ആ രാജവാഴ്ചക്കെതിരെ നടന്ന ഈ വിപ്ലവത്തിൻ്റെ തുടക്കമായിരുന്നു സയ്യിദ്ന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മാർച്ച്. ഇതിനുശേഷം അമവി രാജവംശത്തിൽ ഉമർ എന്ന് തോന്നുന്നു, ഇങ്ങനെ മുആവിയ റളിയല്ലാഹു അൻഹു മാലിക് എന്ന് വിളിക്കുന്നുണ്ട്. അതെ. അപ്പോൾ എന്ന പേര് ഉപയോഗിക്കുന്നില്ല. മാത്രമല്ല ഈ ഒരു മാർച്ച് യഥാർത്ഥത്തിൽ ഇസ്ലാമിക ലോകത്ത് നടത്തുന്നത് വലിയ വിപ്ലവമാണ്. അമവി വംശത്തിന് പിന്നീട് ഒരിക്കലും സമാധാനത്തോടെ കസേരകളിൽ ഇരിക്കാൻ സാധിച്ചില്ല. ശേഷം വന്ന സയ്യിദ്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ഏതാനും 1-2 വ്യക്തിത്വങ്ങൾ മാത്രമാണ് അക്കൂട്ടത്തിൽ ഒരു ആത്മാർത്ഥമായി തഖ്വയോടെ ഭരിക്കേണ്ടി വന്നത്. ബാക്കിയുള്ള ആളുകളൊക്കെ പലപ്പോഴും അധികാരത്തിൽ ഈ ഒരു പ്രവാചക പൗത്രനെ കൊന്നതിൻ്റെ ഒരു ശാപം, ഒരു ലഅനത്ത് അവർക്ക് കൃത്യമായി ഉണ്ടാവുകയും അവസാനം ഇതേ കാരണം പറഞ്ഞുകൊണ്ടാണ് അബ്ബാസികൾ അധികാരത്തിൽ വരുമ്പോൾ ഒരിക്കൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളോട് കൂഫക്കാരായ ഇറാഖുകാരായ കുറച്ച് ആളുകൾ ഒരു സംശയം ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ ഇഹ്റാം ചെയ്തു, മുഹരിമീങ്ങളായ ഞങ്ങൾ ദുബാബിനെ കൊല്ലാൻ പറ്റുമോ, അഥവാ ഈച്ചയെ കൊല്ലാൻ പറ്റുമോ? ഞങ്ങൾ ഇഹ്റാം ചെയ്തപ്പോൾ ഈച്ച ഞങ്ങളുടെ ശരീരത്തിൽ വന്ന് ഇരിക്കുന്നുണ്ട്, അപ്പോൾ ഈച്ചയെ കൊല്ലാൻ അനുവദനീയമാണോ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ പരിഹസിച്ചുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ മറുപടി പറയുന്നുണ്ട്, അഹ്ലു കൂഫ യസ്അലൂന അനി ദുബാബ്, കൂഫക്കാർ ദുബാബിനെ കുറിച്ച് ചോദിക്കുകയോ ഈച്ചയെക്കുറിച്ച് ചോദിക്കുകയോ, വഹും മാ ബാലു, അവർ യഥാർത്ഥത്തിൽ റസൂലുള്ളാഹിൻ്റെ പൗത്രൻ്റെ രക്തത്തെക്കുറിച്ച് പോലും വളരെ ബോധവാന്മാരാകാത്ത ഒരു വിഭാഗം അവർ എന്നോട് ഈച്ചയെക്കുറിച്ച് ചോദിക്കുന്നോ എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ട്. എന്ന പോലെ എക്കാലഘട്ടത്തിലും ഈ ഒരു സംഭവം ഇസ്ലാമിക ലോകത്ത് ഭരണം ശരിപ്പെടുത്തുന്നതിൻ്റെ ഒരു അടിസ്ഥാന ചിഹ്നമായി
കർബല മാറി എന്ന് നമുക്ക് മനസ്സിലാക്കാം. മുസ്ലിം ഇബ്നു ഖുതൈബയുടെ നേതൃത്വത്തിൽ അബ്ബാസികൾ പിന്നീട് ബാഗ്ദാദ് നഗരം സ്ഥാപിക്കുന്നത് പോലും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ നാമധേയത്തിലായിരുന്നു എന്ന് നമുക്ക് പിന്നീട് അതിനെക്കുറിച്ചൊക്കെ പരാമർശിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഉസ്താദ് ഇങ്ങനെ പറയുന്ന സമയത്ത് ആളുകൾക്കുള്ളൊരു ചോദ്യം ഇതായിരിക്കും എനിക്ക് തോന്നുന്നത്. അതായത് അങ്ങനെ കർബലയിൽ ആ ഒരു 70ഓളം വരുന്ന സംഘം അവിടുന്ന് എല്ലാവരും അവിടെ വധിക്കപ്പെടുകയാണ്. ആ സമയത്ത് പെങ്ങളായിരുന്ന സൈനബയിലൂടെയാണ് അലി അസ്ഹർ അന്ന് പനിയായതുകൊണ്ട് അവരിലൂടെയാണ് പിന്നീട് അഹ്ലുബൈത്ത് ഈ മകൻ ഹുസൈൻ റളിയല്ലാഹുവിന്റെ മകനായ അലിയുൽ അസ്ഹർ എന്ന് പറയുന്ന അലി ഹുസൈനുൽ ആബിദീൻ പെങ്ങളാണ് പിന്നീട് എടുത്തു വളർത്തുന്നത്. പെങ്ങൾ എടുത്തു വളർത്തുന്നു. മാത്രമല്ല ആ കുട്ടിയെ പിന്നീട് ഡമസ്കസിലേക്ക് യസീദിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അലിയുടെ മകളായ ഹുസൈൻ റളിയല്ലാഹുവിന്റെ പെങ്ങളും അലി റളിയല്ലാഹുവിന്റെ മകളുമായ സൈനബ് അവരാണ് പിന്നീട് എടുത്തു വളർത്തുന്നത്. അലി അസ്ഹറിന്റെ അമ്മായി, അവരുടെ അമ്മായി, കാരണം ഹുസൈൻ റളിയല്ലാഹുവിന്റെ പെങ്ങളാകുമ്പോൾ ഈ കുട്ടിയുടെ അമ്മായിയാണല്ലോ. ആ അമ്മായി എടുത്ത് വളർത്തി പിന്നീട് അവരെ യമനിലേക്ക് കൊണ്ടുപോയി. അങ്ങനെയാണ് യമനിൽ അഹ്ലുബൈത്തിന്റെ പാരമ്പര്യം തുടങ്ങുന്നത്. പിന്നീട് അലി ഹുസൈനുൽ ആബിദീൻ തങ്ങൾ വളരുന്നതൊക്കെ എവിടെയാണ്? യമനിലാണ്. അതാണ് ഭാര്യയാണോ കിസ്ര രാജാവിന്റെ മകള്? പിന്നീട് അലി ഹുസൈനുൽ ആബിദീനാണ് കിസ്ര രാജാവിന്റെ മകളായ അലി സൈനുൽ ആബിദീൻ. അതെ, അലിൽ അസ്ഹർ എന്ന അദ്ദേഹത്തിന്റെ ഒരു പേരാണ്. സൈനുൽ ആബിദീൻ എന്ന പേരും അലിൽ അസ്ഹർ എന്നത് കുഞ്ഞത്തുമാണ്, ഒരു സ്ഥാനപ്പേരുമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഏതായാലും അതേപോലെ പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞു അവസാന കാലഘട്ടത്തിൽ നിസ്കാരമായിരിക്കും എടുക്കുന്നുള്ളത്. കാരണം ആദ്യകാലത്ത് നിസ്കാരത്തെ അത്രയ്ക്കും കൺസേൺ ആയിരുന്നു, ബോധേഡായിരുന്നു. ഇതുപോലെ ഞാൻ വായിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചതാണ്, യസീദ് അത്രയും ക്രൂരനാണെങ്കിൽ പോലും നിസ്കാരത്തിന് കൃത്യമായി ജമാഅത്തിന് പോയിരുന്നുള്ളത് അതുണ്ടായിരുന്നു. കാണാം യസീദിന്റെ അന്ത്യം പോലും നമ്മൾ വായിക്കുമ്പോൾ യസീദിനെ നമ്മൾ കുറ്റം പറയുന്ന ഒരു വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഏതായാലും യസീദ് ചെയ്തത് ക്രൂരതയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും യസീദ് നിസ്കാരകാര്യങ്ങളുണ്ടെങ്കിലും അദ്ദേഹത്തിനെ കുറിച്ച് പല ആരോപണങ്ങളും ഉണ്ടായിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കട്ടെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൗത്രന്റെ കൂടെ നാളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഈ ഒരു കൃത്യമായിട്ടുള്ള ഈ ചരിത്രം ആളുകൾക്ക് പെട്ടെന്ന് അറിയാനുള്ള ഒരു സംഭവം, ഈ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ആരാണ് ഹുസൈൻ റളിയല്ലാഹുവിനെ കൊന്നെന്ന് വെച്ചാൽ യസീദ് അല്ല. യസീദ് അന്നത്തെ ഖലീഫയും അന്നത്തെ ഗവർണർ ഇബ്നു സിയാദും അന്നത്തെ കൊന്ന വ്യക്തി ദിൽജൗഷൻ എന്ന വ്യക്തിയാണ്. ഏതായാലും അൽഹംദുലില്ലാഹ് കർബലയെ കുറിച്ച് വളരെ വിശദീകരണമായിട്ട് എനിക്ക് തോന്നുന്നു ഇതുപോലെ ചിലപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പ് മലയാളത്തിൽ കേട്ടിട്ടുണ്ടാവുമോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റിൽ ഇടുക. അപ്പോൾ ഇതുപോലെ പല വിഷയങ്ങളും നിങ്ങൾ ആദ്യം അറിയുമായിരിക്കും. കാരണം നമ്മളിത് സാധാരണ എല്ലാവരും പറയുന്നതിൽ നിന്ന് മാറി ഒരു വ്യത്യസ്തമായ രീതിയിലാണ് കണ്ടന്റുകൾ ഇങ്ങനെ ഉസ്താദ് പ്രിപ്പയർ ചെയ്ത് ചെയ്യുന്നുള്ളത്. ഏതായാലും ഇൻഷാ അല്ലാഹ് ഇതുപോലെ ഇസ്ലാമിക ചരിത്രത്തിൽ നടന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ചരിത്ര സംഭവങ്ങൾ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, എന്നാൽ എവിടെയൊന്നും അങ്ങനെ കൂടുതൽ കിട്ടാത്ത അറിവുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. അതിനെ പറ്റിയിട്ടുള്ള വീഡിയോകൾ ഉസ്താദ് ചെയ്യൂലേ ഇൻഷാ അല്ലാഹ്. ഏതായാലും ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുന്നത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങളുടെ അബ്ദുല്ലാഹിബ്നു സുബൈർ തങ്ങളെ കുറിച്ച് ചെയ്യാം. അബ്ദുല്ലാഹിബ്നു സുബൈറും ഇതിലൊരു ഇതാണല്ലോ, നമ്മൾ ഇതേപോലെ മക്കയിൽ ഉണ്ടായ ഒരു സംഭവമാണ് അബ്ദുല്ലാഹിബ്നു സുബൈർ തങ്ങൾ. അവരുടെ ഒരു ഷഹാദത്തിനെ കുറിച്ച് നമ്മൾ ശരിക്കും ആരാണ് അബ്ദുല്ലാഹിബ്നു സുബൈർ, അവരുടെ ജനനം തൊട്ട് വഫാത്ത് വരെയുള്ള ആ ഒരു സംഭവം നമ്മളൊന്ന് ശരിക്കും ജനങ്ങൾക്കൊന്ന് പറഞ്ഞു ശരിക്കും ചെയ്യണം. ഖുലഫാ റാഷിദിന് ശേഷം ബനു ഉമയ്യ വന്നതിന് ശേഷം പിന്നെയും ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ ആ ഒരു കാലഘട്ടം ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണല്ലോ. പിന്നെയും ഖിലാഫത്ത് വരുന്നുണ്ടല്ലോ ഹജ്ജാജ് ഇബ്നു യൂസുഫ്. ഏതായാലും ഇൻഷാ അല്ലാഹ് അപ്പോൾ അത് നാളെ നമ്മൾ ചെയ്യും അബ്ദുല്ലാഹിബ്നു സുബൈറിനെ കുറിച്ചിട്ട് ഇൻഷാ അല്ലാഹ്. ഏതായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമുക്ക് തൽക്കാലം ഇനി മുതൽ എല്ലാ ദിവസവും ഇതുപോലെ വീഡിയോകൾ പ്രതീക്ഷിക്കാം. പോകാം.